ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് വർമ്മ. ഇന്ന് നമുക്ക് നല്ല മത്തിയിട്ട കപ്പുപ്പി നമുക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച മത്തിയിലോട്ട് മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി, കറിവേപ്പില, അതുപോലെ തന്നെ പുളിവെള്ളം ഇതെല്ലാം ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇന്ന് മത്തിയിട്ട് കപ്പുപ്പി വെക്കാൻ വേറൊരു കാരണമുണ്ട് കേട്ടോ. കിലോയ്ക്ക് 80 രൂപ റേറ്റിലാണ് നമുക്ക് ഇന്ന് മത്തി കിട്ടിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും ആട്ടോ മത്തി ഇതുപോലെ റേറ്റ് കുറച്ച് കിട്ടുന്നത്. ആ സമയത്ത് പിന്നെ മത്തിയിട്ട് കപ്പുപ്പുഴുക്ക് ഉണ്ടാക്കിയില്ല പിന്നെ എന്തോന്ന് രസം ഇരിക്കണം. അപ്പൊ ഇതുപോലെ മത്തി അടുപ്പത്തിലോട്ട് വെച്ച് അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മുട്ടിലൊക്കെ പിടിക്കും. ഇതുപോലെ തിളച്ചിങ്ങി വരും കേട്ടോ. ഈ സമയത്ത് തന്നെ നമുക്ക് വേറെ പരിപാടി ചെയ്യാം കേട്ടോ. നമ്മൾ ആ കുക്കറിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ കപ്പ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റി കൊടുക്കണം കേട്ടോ, അതിന്റെ ചവർപ്പൊക്കെ പോകാൻ വേണ്ടി കേട്ടോ. ഈ സമയത്ത് നമുക്ക് കപ്പയ്ക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. കാന്താരി മുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ ചുവന്നുള്ളി, അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ തേങ്ങാപ്പീര, അതുപോലെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. കാന്താരി മുളകിൻ്റെ സ്ഥാനത്ത് പച്ചമുളക് ഒന്നും കൊണ്ട് ഇട്ടേക്കല്ലോ കേട്ടോ, കാന്താരി മുളക് തന്നെ വെക്കണം. ഇതുപോലെ അരപ്പ് റെഡി ആവുന്ന വരും. ഈ അരപ്പിൻ്റെ അകത്തോട്ട് മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലൊന്നും അരച്ചു കൊടുത്തേക്കാം. ഈ സമയത്ത് വേറെ പരിപാടി ഉണ്ട് കേട്ടോ. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ആ ചാള ഉണ്ട്, അതിൻ്റെ അകത്ത് മുകളിലൊക്കെ മാറ്റണം. ഇല്ലെന്നുണ്ടെങ്കിൽ തൊണ്ടയിൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ പതുക്കെ മാറ്റി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കപ്പയുടെ പരിപാടി തുടങ്ങാം. കുക്കറിൻ്റെ അകത്തോട്ട് ആ കപ്പ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ ചാള ഉണ്ടല്ലോ, വേവിച്ച് വെച്ചേക്കുന്ന ചാള, നല്ല മണം വന്നത് കേട്ടോ. ആ ചാള ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ അരപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ അങ്ങ് വെക്കുക. 2 വിസിൽ അടിക്കുമ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇതുപോലെ വെന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ നല്ല കൈ വെച്ച് കുഴച്ചും കിടക്കട്ടെ. ഇതുപോലെ ഇരിക്കും. കട്ടഞ്ചയൊക്കെ കൂട്ടി കുറച്ച് വേണം മീൻകറിയും കൂടെ ഒഴിച്ചു കൊടുത്തു. നല്ല സൂപ്പർ കപ്പ.